എന്റെ അമ്മേ, എന്തൊരു ചുമയാമ്മ ഇത്. അമ്മയ്ക്കൊന്ന് പതുക്കെ ചുമച്ചാൽ എന്താ കുഴപ്പം? ഇവിടെ ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ടേ? എടി മോളെ, എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേടി. നീ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒന്നിട്ടതാ. ദേ അമ്മേ, എനിക്ക് ഉറങ്ങണം. മണി ഇപ്പൊ 2 ഈ പാതിരാ നേരത്തെ ഇനിയിപ്പൊ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോവാ. അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ പോയി ഇട്ട് കുടിക്കുക. ശല്യം തന്നെ. എന്റെ മോനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ കഷ്ടപ്പാടുകളൊന്നും വരത്തില്ലായിരുന്നു. ഞാൻ അവനോട് ചെയ്ത തെറ്റിന്റെ ഫലമാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മേ, അല്ല, നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നത്? നീ വരണ കാര്യം എന്നെ ഒന്ന് വിളിച്ചറിയിച്ച പോലും ഇല്ലല്ലോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ഇവിടെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. അതെന്താ അമ്മേ, എനിക്കെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലേ നാട്ടിലോട്ട് വരാൻ പറ്റത്തുള്ളോ? ഏട്ടനോ? അല്ല, ഏട്ടൻ ഇനി എന്നാ തിരിച്ചു പോണത്? ഞാനിങ്ങോട്ടേക്ക് വന്ന് കയറിയതല്ലേടി ഉള്ളൂ. എന്നിട്ടല്ലേ പിന്നെ പോണ കാര്യമൊക്കെ തീരുമാനിക്കുന്നേ. അതെന്താ അമ്മേ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് വരാൻ പറ്റുള്ളോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. മാളു, നീ ചോദിച്ചില്ലേ ഞാനെന്നാ തിരിച്ചു പോണേന്ന്. ഞാനിനി പോകുന്നില്ല, എല്ലാം നിർത്തി വന്നിരിക്കുക. അതെങ്ങനെ ശരിയാവും? നീ ആരോട് വെച്ചിട്ട് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്? നീ ജോലി നിർത്തി ഇങ്ങോട്ടേക്ക് പോകുന്ന ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ആര് നോക്കും? അതിന് ഇവിടെ ഇപ്പം വേറെ ബാധ്യതയൊന്നും ഇല്ലല്ലോ അമ്മേ. വീടിന്റെ ലോൺ ഞാൻ അടച്ചു തീർത്തു, കാറിന്റെ EMI ക്ലോസ് ചെയ്തു, മാളുവിന്റെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ, എനിക്കിനിയിപ്പോ ഇവിടെ വന്ന് സെറ്റിൽ ആയിക്കൂടെ? അതെ ഏട്ടാ, സതീശേട്ടനെ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പം അതിനുള്ള പൈസയൊക്കെ ആര് തരും? ഏട്ടൻ അവിടെ ജോലി ചെയ്താലല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. മാളു, നിന്റെ കെട്ടിയവന് ബിസിനസ് തുടങ്ങണമെങ്കിൽ ഞാനെന്തിനാ കാശ് തരുന്നത്? നിന്റെ കെട്ടിയവനോട് ബിസിനസ് തുടങ്ങാൻ പറയണം. അത് നിങ്ങളുടെ കുടുംബകാര്യമല്ലേ. നീ ചോദിക്കുമ്പോ കാശെടുത്ത് തരാനേ ഞാനവിടെ നോട്ടടിക്കുമൊന്നും അല്ല. നീ എന്നാ സതീഷിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നേ? എന്നാ തിരിച്ചു പോണത്? അവളെവിടെ പോവാൻ? ഇത് അവളുടെ വീടല്ലേ. മനസ്സിലായില്ല അമ്മേ. ഇത് ഞാൻ പണിത വീടല്ലേ, അതെങ്ങനെ മാളുവിന്റെ ആവും? നീ കുറച്ച് കാശ് തന്നു എന്നുള്ളത് നേരാ എന്നും പറഞ്ഞ് ഇത് നിന്റെ വീടാവോ? ഇപ്പൊ ജോലിയും കൂലിയും ഇല്ലാത്ത നിന്നെയൊക്കെ ആർക്ക് വേണം? നീയേ ഞങ്ങൾക്കൊരു ബാധ്യതയാ, പ്രത്യേകിച്ച് എനിക്ക്. ഇതിപ്പോ അവളുടെ വീടാ, ഈ സ്ഥലം ഇരിക്കുന്നത് എന്റെ പേരിലാ. അപ്പം ഈ വീട് ആർക്ക് കൊടുക്കണമെന്നുള്ളതേ എന്റെ ഇഷ്ടമാ. ഞാനത് അവളുടെ പേരിലോട്ട് അങ്ങ് എഴുതി കൊടുത്തു. നിനക്കിതിൽ ഒരു അവകാശവും ഇല്ല. കൊള്ളാം അമ്മേ, നിങ്ങൾക്കൊരു ബാധ്യതയായി ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. ഇറങ്ങട്ടെ.